ജോസ് കെ മാണി വിഭാഗത്തെ UDFിലേക്ക് എത്തിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം തന്നെ നടത്തി UDF നേതാക്കൾ. ജോസ് കെ മാണിക്ക് വേണ്ടി UDF വാതിൽ തുറന്നിട്ട് കൊടുത്തു. എന്തായാലും UDFിലേക്ക് ഇല്ല എന്ന് ജോസ് കെ മാണി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ജോസ് കെ മാണി ചാഞ്ചാടി നിൽക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ UDFിലേക്ക് പോയി കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിൻ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLAയും ചീഫ് വിപ്പ് N ജയരാജും ഒക്കെ ജോസ് കെ മാണിയെ കൈവിടുന്ന അവസ്ഥയെത്തി. മാണി ഗ്രൂപ്പ് പിളരുന്ന അവസ്ഥയെത്തി. ജോസ് കെ മാണിയുടെ കൂടെ ആൾക്കാർ ഇല്ലാതാകുന്ന, നേതാക്കൾ ഇല്ലാതാകുന്ന അവസ്ഥയെത്തി. ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി നിലപാട് മാറ്റിയത്. UDFിലേക്ക് ചേരാൻ നല്ലൊരു ശ്രമമാണ്, നല്ലൊരു നീക്കമാണ് ജോസ് കെ മാണി നടത്തിയതെന്ന് വ്യക്തം. പക്ഷേ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും എടുത്ത ശക്തമായ നിലപാട്, അവർ ഫേസ്ബുക്കിലൂടെ കുറിച്ച നിലപാട്, അത് ജോസ് കെ മാണിക്കുള്ള ഒരു മുന്നറിയിപ്പ് ആയിരുന്നു. ജോസ് കെ മാണി അതോടെ ഒതുങ്ങി. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പഴിചാരുകയാണ്. ജോസ് കെ മാണിയെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച് രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ജോസ് കെ മാണി LDFിൻ്റെ ഭാഗമാണ്. ജോസ് കെ മാണി LDFിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊണ്ടുപോയി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ജോസ് കെ മാണി ഗ്രൂപ്പിനാണ് കേരള കോൺഗ്രസിൽ അണികൾ ഉള്ളത്. PJ ജോസഫ് വിഭാഗത്തിന് അണികൾ കുറവാണ്, നേതാക്കൾ മാത്രമേ ഉള്ളൂ. കത്തോലിക്ക സഭയുമായി അടുത്തു നിൽക്കുന്നതും ജോസ് കെ മാണി ഗ്രൂപ്പാണ്. കത്തോലിക്ക സഭയെ കൊണ്ട് ജോസ് കെ മാണിയുടെ മനസ്സ് മാറ്റാനുള്ള തന്ത്രമായിരുന്നു കോൺഗ്രസ് പയറ്റിയത്. അതിനിടയിൽ സോണിയാഗാന്ധിയും ജോസ് കെ മാണിയും ഫോണിലൂടെ സംസാരിച്ചത് ജോസ് കെ മാണി ഗ്രൂപ്പ് UDFിലേക്ക് പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. പക്ഷേ താൻ ഈ സാഹചര്യത്തിൽ UDFിലേക്ക് പോയാൽ തൻ്റെ അണികൾ തന്നിൽ നിന്ന് അകന്നു പോകുമെന്നും കേരള കോൺഗ്രസ് മാണി സ്ഥാപിച്ച കേരള കോൺഗ്രസ് പിളരുമെന്നും ജോസ് കെ മാണിക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ താൻ പോകുന്ന പ്രശ്നമില്ലെന്ന് പറയേണ്ട ഗതികേടിൽ എത്തിയത്. എന്തായാലും ജോസ് കെ മാണിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഇപ്പോൾ CPM നേതാക്കൾക്ക് വ്യക്തമായി. ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ കോൺഗ്രസ് തത്രപ്പെടുന്നു. ജോസ് കെ മാണി LDFിലേക്ക് പോയത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമാണ് നൽകിയത്. അവർക്ക് വലിയ ക്ഷീണം നൽകി എന്ന് മാത്രമല്ല, അവർക്ക് മധ്യ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്ന് ജോസ് കെ മാണി പറഞ്ഞത് താനും തൻ്റെ കീഴിലുള്ള MLAമാരും LDFിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. താൻ വിദേശത്തായിരുന്നത് കൊണ്ടാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ്. എന്തായാലും ജോസ് കെ മാണി LDFിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് തീരുമാനിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. റോഷി അഗസ്റ്റിനും N ജയരാജും പ്രമോദ് നാരായണനും ഒക്കെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ ജോസ് കെ മാണിയുടെ ആഗ്രഹം നടന്നില്ല എന്നതാണ് സത്യം. എന്തായാലും ജോസ് കെ മാണി LDFിൽ തുടരാൻ തീരുമാനിച്ചത് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്.
ജോസ് കെ മാണിയെ UDF പാളയത്തിൽ എത്തിക്കാൻ നന്നായി ശ്രമിച്ചു രമേശ് ചെന്നിത്തലയും DD സതീശനും ഒക്കെ. ജോസ് കെ മാണി UDF വിട്ട് LDFിലേക്ക് പോയതിൻ്റെ ക്ഷീണം ഇതുവരയ്ക്കും തീർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അനിവാര്യമായ തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കുമ്പോൾ ജോസ് കെ മാണിയെ കൂടെ കൂട്ടി വൻപൻ വിജയം നേടാം എന്ന UDFിൻ്റെ പദ്ധതിയാണ് റോഷി അഗസ്റ്റിൻ പൊളിച്ച് അടുക്കിയത്. റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിക്ക് മുന്നറിയിപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ട്. ജോസ് കെ മാണി UDFിലേക്ക് പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും ജയരാജും കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തും. ഈ ഒരു സാഹചര്യം ജോസ് കെ മാണി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ UDF മോഹം ജോസ് കെ മാണി ഉപേക്ഷിച്ചിരിക്കുന്നു. LDF ക്യാമ്പ് ഇപ്പോൾ ആഹ്ലാദത്തിലാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി ഗ്രൂപ്പിനെ പിളർത്താൻ വലിയ പാടൊന്നുമില്ല. റോഷി അഗസ്റ്റിനും എൻ ജയരാജും പ്രമോദ് നാരായണനും പിണറായി വിജയനോട് അടുത്ത ബന്ധം പുലർത്തുന്ന MLAമാരാണ്. റോഷി അഗസ്റ്റിൻ മന്ത്രി കൂടിയാണ്. എന്തായാലും ജോസ് കെ മാണിയുടെ UDF മോഹം തകർത്തിരിക്കുന്നു റോഷി അഗസ്റ്റിനും N ജയരാജും പ്രമോദ് നാരായണനും.